ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായമാണ് ഇന്നും നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തെസ്സലോനിക്കയിൽ പൗലോസ് ചെന്നപ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചാണ് നാം വായിച്ചത്. ഇന്നും അതേക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ ഇപ്പോൾ 17-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും വായിക്കുന്നു. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയുമെത്തി. യാസോൻ അവരെ കൈക്കൊണ്ടുമിരിക്കുന്നു. അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു. യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. 2ാം മിഷണറി യാത്രയിൽ ഏഷ്യയിൽ പോകരുത്, മറിച്ച് മക്കതോനിയയിൽ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഭാഗത്തേക്ക് പോകണമെന്ന് പരിശുദ്ധാത്മാവ് പൗലോസിനും ശീലാസിനും നിർദ്ദേശം നൽകി. അതിൻ്റെ ഫലമായി അവർ ആദ്യം ഫിലിപ്പിയിൽ പോയി. ഫിലിപ്പിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവിടുന്ന് അവർക്ക് പോരേണ്ടി വന്നു. അവർ പിന്നെ എത്തിയത് തെസ്സലോനിക്കയിലാണ്. തെസ്സലോനിക്കയിൽ അവർക്ക് യഹൂദന്മാരുടെ പള്ളിയിൽ 3 ശബത്ത് സംസാരിക്കാൻ സാധിച്ചുവെങ്കിലും 3-ാമത്തെ ആഴ്ചയായപ്പോൾ ഉണ്ടായ സംഭവമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. യഹൂദന്മാർ അസൂയ പൂണ്ടു എന്ന് മാത്രമല്ല, ദുഷ്ടന്മാരായ ആളുകളെ കൂട്ടി പൗലോസിനും ശീലാസിനുമെതിരെ പ്രശ്നമുണ്ടാക്കി. അവർ ഇവർക്കെതിരെ പറയുന്ന ഒരു പ്രധാന ആരോപണം ഭൂലോകത്തെ കലഹിപ്പിച്ചവർ എന്നാണ്. ഇതെന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. കാരണം യഹൂദന്മാരാണ് അവിടെ ഇപ്പോൾ ഭൂലോകത്തെ കലഹിപ്പിക്കുന്നത്. ദുഷ്ടന്മാരായ ആളുകളെ കൂട്ടുകൂടി ഒരു കലഹമുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു. ഈ സമയത്ത് അവർ യാസോൻ എന്ന ഒരാളെക്കുറിച്ച് പരാതി പറയുന്നു. നഗരാധിപന്മാരോടാണ് ഈ പരാതി പറയുന്നത്. ആരാണ് ഈ യാസോൻ? ഇംഗ്ലീഷിൽ ജെയ്സൺ എന്നാണ് പറയുന്നത്. ഈ വ്യക്തിയെക്കുറിച്ച് നാം വേറെ എവിടെയും വായിക്കുന്നില്ല. യാസോൻ പൗലോസിനെയും ശീലാസിനെയും കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, അയാളുടെ വീട്ടിലാണ് പൗലോസും ശീലാസും താമസിക്കുന്നത് എന്ന് യഹൂദന്മാർ മനസ്സിലാക്കി. അതെങ്ങനെ മനസ്സിലാക്കി? അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയുമില്ല. 7-ാം വാക്യത്തിൽ യാസോൻ അവരെ കൈക്കൊണ്ടുമിരിക്കുന്നു എന്ന ഒരു ആരോപണം യാസോനെതിരെ അവർ ഉന്നയിക്കുകയാണ്. ഈ യാസോൻ ആരാണ് എന്ന് നമുക്കറിയില്ലെങ്കിലും അയാൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. എന്ന് വച്ചാൽ പൗലോസും ശീലാസും വഴിപോക്കരാണ്. അവർക്ക് തെസ്സലോനിക്കയിൽ വലിയ പരിചയമുള്ളവരല്ല. അവർ തെസ്സലോനിക്കയിൽ വന്നിട്ട് അധികം നാളായില്ല. അപരിചിതരാണ്, സ്ട്രേഞ്ചേഴ്സാണ്. എന്നാൽ അവർ പറയുന്ന കാര്യം യാസോന് മനസ്സിലായി. ഇവർ കൊള്ളാവുന്ന ആളുകളാണ്, ഇവർ പറയുന്നത് ശരിയാണ് എന്ന് നിഷ്പക്ഷമായി ചിന്തിച്ച യാസോന് മനസ്സിലായി. അതുകൊണ്ട് അയാൾ അവരെ വീട്ടിൽ കൈക്കൊണ്ടു. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ യാതൊരു ആവശ്യവുമില്ലാത്ത ഒരു കാര്യത്തിലാണ് യാസോൻ ഇടപെട്ടത് എന്ന് പറയാം. അത് സത്യവുമാണ്. അയാൾക്ക് ഒരു മുൻപരിചയവുമില്ലാത്ത 2 പേരെ വീട്ടിൽ കൈക്കൊണ്ടതുകൊണ്ടാണ് ഇപ്പോൾ യാസോൻ്റെ പേരിൽ കേസായത്.
അയാളെ ആളുകൾ വലിച്ചിഴച്ചുകൊണ്ട് നഗരാധിപതിയുടെ മുമ്പിലേക്ക് പോകുന്നു. പിന്നെ ആ കേസിൽ നിന്ന് ഊരിപ്പോകാൻ അയാൾ വളരെയധികം പണം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അയാൾക്ക് ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകാൻ ഈ 2 ആളുകൾ മൂലം കാരണമായി. എങ്കിലും യാസോൻ സത്യമെന്ന് അയാൾക്ക് തോന്നിയ കാര്യത്തിന് വേണ്ടി ഉറച്ചു നിന്നു. പൗലോസിനെയും ശീലാസിനെയും കിട്ടാഞ്ഞതുകൊണ്ടാണല്ലോ യാസോനെ അവർ പിടിച്ചത്. എന്നാൽ യാസോനെ പിടിച്ചപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോരുവാൻ വേണ്ടി പൗലോസും ശീലാസും ഇന്ന സ്ഥലത്തുണ്ട് എന്ന് വേണമെങ്കിൽ യാസോന് പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അയാളത് ചെയ്തില്ല. ഇതാണ് യാസോനെക്കുറിച്ച് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം. സത്യമായ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കാൻ അയാൾ റിസ്ക് എടുത്തു, ധൈര്യം കാണിച്ചു. അത് കമൻഡബിളാണ്. അത് വളരെയധികം ശ്ലാഘിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതുവരെ തനിക്ക് ആ പട്ടണത്തിൽ പരിചയമുള്ള പലരും ഉണ്ടായിരുന്നുവെങ്കിലും പൗലോസും ശീലാസും പറഞ്ഞ ദൈവവചനം സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യാസോൻ ധൈര്യമായി അവരുടെ ഒപ്പം നിന്നു. ഇനി യാസോനെ പിടിച്ചിട്ട് അവർ പറയുന്ന ആരോപണം യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറയുക കൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് പറയിപ്പിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് യഹൂദന്മാരാണ്. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്തും യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് കൈസരല്ലാതെ ഒരു രാജാവില്ല. ഇപ്പോൾ അവർ പറയുന്നു, കൈസർ എന്ന് പറഞ്ഞ ഒരു രാജാവാണ് നമുക്കുള്ളത്, ചക്രവർത്തിയാണ് കൈസർ അല്ലെങ്കിൽ സീസർ. അതല്ലാതെ യേശു എന്നൊരു രാജാവ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നതെന്നാണ് യഹൂദന്മാർ പറയുന്നത്. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് ശേഷം ഈ കൈസറുടെ തന്നെ പടയാളികളാണ് യെരുശലേം പട്ടണം തകർത്ത് കീഴടക്കി അവിടെയുള്ള യഹൂദന്മാരെ കൊല്ലുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് ചിതറിച്ച് കളയുകയും ചെയ്തത്. കാരണം യഥാർത്ഥ രാജാവിനെ അവർ തള്ളിക്കളഞ്ഞു. നമുക്കറിയാം, യേശു ആദ്യം ഈ ഭൂമിയിൽ വന്നത് ഐഹികമായൊരു രാജ്യം സ്ഥാപിക്കുവാനല്ല. അതുകൊണ്ട് ഇവർ പറയുന്നത് ശരിയല്ല. എന്നാൽ പൗലോസിനെയും ശീലാസിനെയും ട്രബിൾ ചെയ്യാൻ വേണ്ടി, അവരെ ഉപദ്രവിക്കുവാൻ വേണ്ടി അവർ പറയുകയാണ് യേശു എന്ന രാജാവുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും യാസോൻ പണം കൊടുത്ത് ജാമ്യം വാങ്ങി, സ്വാതന്ത്ര്യം കിട്ടിയ അയാൾക്ക്. അതുപോലെ അന്ന് രാത്രി തന്നെ പൗലോസും ശീലാസും തെസ്സലോനിക്ക വിട്ട് പോകേണ്ടതായും വന്നു. യാസോൻ നമുക്കൊരു നല്ല മാതൃകയാണ്. ഒരു കാര്യം സത്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് അംഗീകരിക്കാൻ നാം ധൈര്യം കാണിക്കണം. ഒരു വ്യക്തി പറയുന്നത് ന്യായമാണ് എന്ന് മനസ്സിലായാൽ അയാളോട് കൂടെ നിൽക്കാൻ നാം ധൈര്യം കാണിക്കണം. അല്ലാതെ എനിക്കിതിലെന്താ കാര്യം എന്ന് പറഞ്ഞ് കൈ കഴുകി പോകുവാൻ വളരെ എളുപ്പമാണ്. യാസോൻ അത് ചെയ്തില്ല. യാസോൻ ധൈര്യമായി സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്തു നിന്നു. ഇയാൾ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും പ്രസംഗം കേട്ടത് ഒരു സിനഗോഗിൽ വെച്ചായിരിക്കും. അതുകൊണ്ട് പഴയ നിയമ തിരുവെഴുത്തുകളൊക്കെ ഇയാൾക്ക് അറിയാമായിരിക്കും. അതിന് വളരെ സാധ്യതയുണ്ട്. അപ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകൾ അറിയാമായിരുന്നു, യഹൂദന്മാരുടെ പള്ളിയിൽ പോകുമായിരുന്നു. എങ്കിലും യഹൂദന്മാരുടെ പാരമ്പര്യപ്രകാരമുള്ള ചടങ്ങുകളിലൊന്നും അയാൾ കണ്ണടച്ച് വിശ്വസിച്ചില്ല. അയാൾ സത്യമായ കാര്യം ഏതാണോ അതിനു വേണ്ടി നിൽക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്തു വരുന്നത്, അതുകൊണ്ട് ഇതിന് മാറ്റം പാടില്ല എന്നയാൾ ചിന്തിച്ചില്ല. ഇങ്ങനെ സത്യത്തിന് വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ, ഒരു സ്റ്റാൻഡ് എടുക്കാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, സത്യം പറയുന്നവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കണം. പലരും അവർ പറയുന്നത് സത്യമാണ്, പക്ഷേ എനിക്ക് അവരുടെ കൂടെ നിൽക്കാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകും. യാസോൻ അത് ചെയ്തില്ല. അവർ പറയുന്നത് സത്യമാണ്, അവർ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കും എന്ന് യാസോൻ പറഞ്ഞു. അതൊരു നല്ല മാതൃകയാണ്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.